നമസ്കാരം, എല്ലാവർക്കും ധ്യാൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നെനിക്ക് പറയാനുള്ളത് ഒരു നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ട ചില ഗുണങ്ങളാണ്. എല്ലാ ഗുണങ്ങളുമല്ല, ചില ഗുണങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗുണങ്ങൾ. ഏതൊരു ആൾക്കാർക്കും, സാധാരണക്കാരനായാലും പണക്കാരനായാലും ഏതൊരു വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ എന്നും നമ്മുടെ ഭാര്യയും ഭർത്താവിനും കാണാറുണ്ട്, അങ്ങോട്ട് പരസ്പരം കാണാറുണ്ടല്ലോ. ഇല്ല, കാണാത്തവരെ പ്രവാസികളുണ്ട്. പ്രവാസികൾക്ക് ഈ ഫസ്റ്റ് പറയുന്നത് ഒഴിവാക്കാം. എന്നും നമ്മൾ നമ്മുടെ പങ്കാളിയെ കെട്ടിപ്പിടിക്കുക, കേൾക്കാൻ അവസരം കൊടുക്കുക. അതായത് എന്നും പ്രവാസികൾക്കാണെങ്കിൽ ഫോൺ വിളിക്കുക, എന്നും വിളിച്ചിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ തിരക്കുക, എന്താ പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, ഇല്ലേ? കേൾക്കാൻ അവസരം കൊടുക്കുക. എന്താ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കിയ കാര്യങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ അന്ന് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ വെറുതെ അവരെ അഭിനന്ദിക്കുക. ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ചെയ്തല്ലോ, നീ ഇങ്ങനെ ചെയ്തല്ലോടിയാ, കൊള്ളാം എന്ന് പറയുക. നാട്ടിൽ ഒരുമിച്ചുള്ളവർ ഇടയ്ക്കൊക്കെ അവരെ പാചകം ചെയ്യാൻ സഹായിക്കുക, വൈഫിനെ പാചകം ചെയ്യാൻ സഹായിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ കളിയാക്കരുത്. അഥവാ ഫ്രണ്ട്സ് എന്തെങ്കിലും കളിയാക്കുവാണെങ്കിൽ നിങ്ങൾ അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടാതെ നിങ്ങളുടെ പങ്കാളികളുടെ കൂടെ കൂടി നിൽക്കുക. അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ അനുവദിക്കുക. ചില ഇഷ്ടങ്ങൾ ഭാര്യ പറയും, അല്ലെ ഭർത്താവ് പറയും, നീ ചെയ്യണ്ട എന്ന് പറയും. ദോഷമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ചെയ്തോട്ടെ, അവളുടെ അല്ലെങ്കിൽ ആളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ. സന്തോഷിച്ചോട്ടെ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. നമുക്ക് പൈസ മുടക്ക് ചെയ്യാത്ത, പൈസ മുടക്കുള്ള കാര്യമൊന്നും അല്ലല്ലോ. ആളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പങ്കാളി നമ്മളെ നമ്മുടെ ഇഷ്ടത്തിന് വിടുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ ചതിക്കാതിരിക്കാൻ ശ്രമിക്കുക. സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്ന കൂട്ടുകാരനെ പങ്കാളിയുടെ കുടുംബത്തെ സ്നേഹിക്കുക. നമ്മൾ നമ്മുടെ കുടുംബത്തിന് എത്ര റെസ്പെക്റ്റ് കൊടുക്കുന്നോ ആ റെസ്പെക്റ്റ് നമ്മുടെ കൂടെ വരുന്ന പങ്കാളി നമ്മുടെ കുടുംബത്തിന് കൊടുക്കത്തുള്ളൂ, അല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് ഇത് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ, സക്സസ് ആവും. ഇപ്പോൾ ഉള്ള കുടുംബജീവിതത്തെക്കാട്ടിലും മനോഹരമായ സന്തോഷമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബൈ, ടേക്ക് കെയർ.